ഹലോ ഓൾ, വെൽക്കം ടു നാറ്റ് ഡമി. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ NASൻ്റെ +2 മാത്തമാറ്റിക്സ്, അതായത് സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ ലൈവിലാണ്. മുമ്പ് നമ്മളൊരു ലൈവ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. നമ്മുടെ മെട്രിക്സുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എല്ലാ വെർഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ മറ്റു ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നല്ല സ്കോർ വാങ്ങാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ NASൻ്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ ദിവസവും നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വ്യത്യസ്ത വിഷയങ്ങളിലായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടുള്ള ഈ പറയുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നല്ല സ്കോർ വാങ്ങാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ മാത്തമാറ്റിക്സിലെ ലൈവ് ക്ലാസ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻസിനെ കുറിച്ചാണ്. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻസ് എന്ന് പറയുന്നത് നേർരേഖ എന്ന് പറയുന്നത്. പക്ഷെ മാത്തമാറ്റിക്സിലെ സ്ട്രൈറ്റ് ലൈൻസ് എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അതുമായി ബന്ധപ്പെട്ട ചില ഇക്വേഷൻസ് വരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പോൾ ലൈൻ്റെ ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് കാണാനുള്ളത്. ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് കാണാനുള്ളത്. ആ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണണമെങ്കിൽ അതിൽ ചില കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? പാസിംഗ് ത്രൂ ദ പോയിന്റ് -2 -3, അതായത് -2 -3 എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അതിന്റെ ഇക്വേഷൻ ആണ് കണ്ടെത്തിയത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടെത്തണം. പക്ഷെ ആ സ്ട്രൈറ്റ് ലൈൻ ഏതിലൂടെ കടന്നു പോകുന്നു? -2 -3 എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നു. ഇനി അത് മാത്രമല്ല, രണ്ട് കേസുകളിലുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത്. -2 -3 എന്ന് പറയുന്ന പോയിന്റിലൂടെ നമുക്ക് പല രീതിയിൽ കടന്നു പോകാം. ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഇത് നമ്മുടെ X ആക്സിസും Y ആക്സിസുമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ പോയിന്റിലൂടെ എനിക്ക് ഇങ്ങനെ ഒരു ലൈൻ വരക്കാം, ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം. ഏത് രീതിയിലും എനിക്കത് ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള രണ്ട് കേസുകളാണ്. ഒന്ന്, പാരലൽ ടു X ആക്സിസ്. X ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈന് കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ X ആക്സിസിന് പാരലൽ ആയിട്ട് ഉള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ, അത് എങ്ങനെ പോകുന്നു? -2 -3 എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ -2 -3 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരുന്ന ഒരു പോയിന്റ്, ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ എന്നാണ് പറയുന്നത്. അത് എങ്ങനെയായിരിക്കണം? X ആക്സിസിന് പാരലൽ ആയിരിക്കണം. അപ്പൊ X ആക്സിസിന് പാരലൽ ആകുമ്പോൾ ഇങ്ങനെ പോകും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? പാരലൽ ടു Y ആക്സിസ്. അപ്പൊ ഇതേ പോയിന്റിലൂടെ കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ, ബട്ട് പാരലൽ ടു Y ആക്സിസ്. അപ്പൊ Y ആക്സിസിന് പാരലൽ ആയിട്ട് കടന്നു പോകും എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഇങ്ങനെ കൃത്യമായിട്ട് കടന്നു പോകും, അല്ലെ? അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ രണ്ട് ലൈനിന്റെയും ഇക്വേഷൻ കണ്ടെത്താനാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ്, പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. -2 -3 എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ നോക്കേണ്ടത് ഫസ്റ്റത്തെ X ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലൂടെ. ഓക്കെ, ദ ഇക്വേഷൻ ഓഫ് എനി ലൈൻ പാരലൽ ടു X ആക്സിസ് ഈസ് Y = B. Y എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ ആണ്. Y = B എന്നുള്ളതാണ് X ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഏത് സ്ട്രൈറ്റ് ലൈനിന്റെയും ഇക്വേഷൻ എന്ന് പറയുന്നത്. X ആക്സിസിന് പാരലൽ ആണോ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? Y = B എന്നുള്ളതാണ്. അപ്പൊ ഈ B എന്നുള്ളത് എന്താണ് സൂചിപ്പിക്കുന്നത്? കാരണം നമുക്കറിയാം ഈ പറയുന്ന പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് -2 -3, ഇത് X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണ്. അപ്പൊ X ആക്സിസിന് പാരലൽ ആയിട്ടാണ് കടന്നു പോകുന്നത്. Y = B എന്നുള്ളതാണ് ആ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ B എന്ന് പറയുന്നത് ഏതാണ്? -3 ആണ്. അതായത് ഇവിടെ B എന്ന് പറയുന്നത്
-3 ആണ്. അതുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് y ഈക്വൽ ടു b എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ b എന്നുള്ളത് -3 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? y ഈക്വൽ ടു -3 എന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഈ -2 -3യിലൂടെയാണ് കടന്നു പോയത് എന്ന് പറഞ്ഞു. ഇത് ഒരു -2 5ലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ് എന്ന് വിചാരിക്കുക. -2 5ലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നോർമലി ഇക്വേഷൻ y ഈക്വൽ ടു b ആണെങ്കിൽ ഇവിടെ b എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ y ഈക്വൽ ടു 5 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് മാറ്റം വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത് എന്തായിരിക്കും? അവിടെയും സെയിം തന്നെയാണ്. അതായത് ശ്രദ്ധിക്കേണ്ട ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. എനി ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു സി എന്ന് പറയും. എക്സ് ഈസ് ഈക്വൽ ടു സി എന്ന് പറയും. അതായത് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വന്നാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to c എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്കറിയാം -2 3ലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ c എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സിക്ക് ഇക്വലന്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? -2 കിട്ടും. c എന്നുള്ളതിന് ഇക്വലന്റ് ആയിട്ട് -2 കിട്ടുകയാണെങ്കിൽ x is equal to c ആണല്ലോ നമ്മുടെ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതെന്തായിട്ട് മാറും? x is equal to -2. അപ്പൊ നമ്മളോട് ഇങ്ങനെയും ഒരു ചോദ്യം ചോദിക്കാം. ഒരു ഇക്വേഷന്റെ അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ x is equal to -2 എന്നാണ്. അതൊരു ആക്സിസിന് പാരലൽ ആണ് എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് കൺഫേം ചെയ്യാം? എന്ത്? x is equal to എന്നാണെങ്കിൽ അത് y ആക്സിസിന് പാരലൽ ആണ്. അത് ഷുവറാണ്. ഇനി y equal to എന്നാണെങ്കിലോ അതെന്താണ്? x ആക്സിസിന് പാരലൽ ആണ്. നോക്കൂ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ ആ രണ്ട് പോയിന്റ് കിട്ടി, ഈക്വൽ ടു എന്നുള്ള പോയിന്റ് കിട്ടിയാൽ അത് ഏത് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും നമുക്ക് കിട്ടും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പറയുന്ന ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഇതിന് പല മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, പല മെത്തേഡുകളിലൂടെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിലൂടെ ഏതൊക്കെ മെത്തേഡുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള രൂപത്തിൽ നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ. അപ്പോൾ വീണ്ടും ഇക്വേഷൻ ഓഫ് എ ലൈൻ കാണാൻ തന്നെയാണ് നമുക്കുള്ളത്. അത് എന്തായിരിക്കണം? അതിൽ നമുക്ക് നൽകിയിട്ടുള്ളത് ഒന്ന് സ്ലോപ്പ് ഈക്വൽ ടു 4. സ്ലോപ്പ് 4 ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്ന ചെരിവ്. ഓക്കെ, ആ സ്ലോപ്പ് എത്രയാണ്? 4. ആൻഡ് y ഇന്റർസെപ്റ്റ് ഈസ് 0 എന്നാണ്. y ഇന്റർസെപ്റ്റ് 0 ആണ്, സ്ലോപ്പ് 4 ആണ്. ഇത്രയും രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്ലോപ്പ് ഈക്വൽ ടു 4. y ഇന്റർസെപ്റ്റ് എത്രയാണ്? 0 ആണ്. ഓക്കെ, y ഇന്റർസെപ്റ്റ് 0. ഇത്രയും രണ്ട് കാര്യങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ, സ്ലോപ്പും y ഇന്റർസെപ്റ്റും. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ പറയുന്ന ഇക്വേഷൻ ഓഫ് ലൈന് കാണാം എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു പല മെത്തേഡുകളും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതൊന്നും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. നമുക്കിവിടെ ഈ പറയുന്ന സ്ലോപ്പും ഇന്റർസെപ്റ്റും തന്നാൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്നുള്ളതാണ്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്നുള്ളത് അതിന്റെ ഇക്വേഷൻ y is equal to mx plus c. അതായത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് y is equal to mx plus c എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ. y is equal to mx plus c. ഇതിലെ m എന്ന് പറയുന്നത് നമ്മുടെ സ്ലോപ്പാണ്, y എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ഓക്കെ, ഈ c എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർസെപ്റ്റ് ആണ്. ഏത് ഇന്റർസെപ്റ്റ് ആണോ ഉള്ളത് അതാണ്. ഇപ്പോൾ നമുക്ക് y ഇന്റർസെപ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ y ഇന്റർസെപ്റ്റ് ആണ് ആ c എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. നമുക്കിവിടെ നൽകിയിട്ടുള്ളത് നോക്കുക. നൽകിയിട്ടുള്ളത് ഒരു സ്ലോപ്പ് നൽകിയിട്ടുണ്ട്, ഒരു y ഇന്റർസെപ്റ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പും ഇന്റർസെപ്റ്റും നൽകിയാൽ അവിടെ കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് അല്ലെങ്കിൽ
ഇക്വേഷൻ ഓഫ് എ ലൈൻ കാണാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമാണ്. അത് എന്താണ്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയും. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നാണ് പറയുന്നത്. അതിൽ m എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ആണ്. c എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്റർസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ m എന്ന് പറയുന്നത് 4ഉം c എന്ന് പറയുന്നത് 0 ആണ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ y ഈക്വൽ ടു m4 ആണ്. ഓക്കെ, 4x പ്ലസ് c എത്രയാണ്? 0 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു 4x, y ഈക്വൽ ടു 4x എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഏത് ലൈനാണ്? അതായത് സ്ലോപ്പ് 4ഉം y ഇന്റർസെപ്റ്റ് 0യും ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 4x എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് ഇവിടെ ഇവിടെ 4x മാത്രമായി എന്തുകൊണ്ട് c വന്നില്ല വെച്ചാൽ സിയുടെ വാല്യൂ, അതായത് ഇന്റർസെപ്റ്റിന്റെ വാല്യൂ നമുക്ക് 0 ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല, അത് 0 ആണ്. എഴുതിയാലൊക്കെ 0 ആയിട്ടാണ് വരിക. അതുകൊണ്ട് y ഈക്വൽ ടു mx എന്ന് വരും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്ലോപ്പും ഒരു ഇന്റർസെപ്റ്റും തന്നാൽ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു സ്ലോപ്പും ഒരു ഇന്റർസെപ്റ്റും തന്നാൽ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തൊരു മെത്തേഡ് നോക്കൂ. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത മെത്തേഡ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കൂ, ഡിറ്റർമിൻ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. വീണ്ടും ഇക്വേഷൻ ഓഫ് എ ലൈന് കാണാൻ തന്നെയുള്ള ചോദ്യമാണ്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണാം. പാസിംഗ് ത്രൂ ദ പോയിന്റ് 2 - 1. അപ്പൊ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പറയുന്ന ലൈന് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. 2 - 1 എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. ആൻഡ് ഹാവിംഗ് സ്ലോപ്പ് 2/3. അതായത് സ്ലോപ്പ് എത്രയാണ്? 2/3 ആണ്. നേരത്തെ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് ഒരു ഇന്റർസെപ്റ്റും സ്ലോപ്പുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സ്ലോപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നതുപോലെ തന്നെ സ്ലോപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നൽകിയിട്ടുള്ളത് ഏതാണ്? നമുക്ക് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു പോയിന്റ് ആണ് നൽകിയിട്ടുള്ളത്. ഏത് പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു? അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? സ്ലോപ്പാണ് ആദ്യം നൽകിയിട്ടുള്ളത്. സ്ലോപ്പ് 2/3 ആണ്. ആൻഡ് പോയിന്റുകൾ ഏതൊക്കെയാണ്? 2 - 1 ആണ്. അപ്പൊ പോയിന്റും ഉണ്ട് സ്ലോപ്പും ഉണ്ട്. അത് വെച്ചിട്ട് ഇക്വേഷൻ ഓഫ് എ ലൈനെ കാണണം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പോയിന്റ് സ്ലോപ്പ് ഫോമാണ്. പോയിന്റ് സ്ലോപ്പ് ഫോമാണ് ഇവിടെ യൂസ് ചെയ്യുക. ഇക്വേഷൻ ഓഫ് എ ലൈന് കാണാൻ നേരത്തെ പറഞ്ഞത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണെങ്കിൽ ഇവിടെ പോയിന്റ് സ്ലോപ്പ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, y - y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വൈയും അതുപോലെ തന്നെ എക്സിനും അത് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കും. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. y1ഉം x1ഉം വേരിയബിൾ ആയിട്ട് ചെയ്യും. അതുപോലെ തന്നെ m എന്ന് പറയുന്നത്, ഇവിടെ m എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതെന്താണ്? സ്ലോപ്പാണ്. ആ സ്ലോപ്പ് എത്രയാണ്? 2/3 ആണ് അല്ലെ? ഇനി 2 - 1 എന്ന് പറയുന്ന പോയിന്റുകളായിരുന്നു, അല്ലെങ്കിൽ ആ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ y എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൈനസ് y1. അപ്പോൾ x1 y1 ആണ് ഇവിടെ ഉണ്ടാകുക. y1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? -1 ആണ്. ഈക്വൽ ടു m എത്രയാണ്? 2/3 ഇൻറ്റു എക്സ് മൈനസ് x1 എത്രയാണ്? 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, y + 1 ഈക്വൽ ടു 2/3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ഇത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നീട് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്താലും മതി. അതായത് y - y1 = m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ത് ചെയ്യാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ y1 നമുക്കറിയാം, x1 നമുക്കറിയാം, m നമുക്കറിയാം. കാരണം നമുക്കൊരു സ്ലോപ്പും തന്നിട്ടുണ്ട്, അത് കടന്നു പോകുന്ന ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്തത്.
ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് എം എത്രയാണ് 2/3 ആണ്, x1 എത്രയാണ് നമ്മൾ 2 ആണ്, അതുപോലെ y1 എത്രയാണ് -1 ആണ്. ഇത് നമ്മൾ ചെയ്തു. ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും, നമ്മുടെ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ ഓഫ് എ ലൈൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഫോം ഉപയോഗിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അടുത്തൊരു മെത്തേഡ് ഏത് രൂപത്തിൽ വരും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കിവിടെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇക്വേഷൻ കാണാൻ തന്നെയാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ പോയിന്റ് 3, -7 and 2, -5. -2, -5. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് സ്ലോപ്പ് നൽകിയിട്ടില്ല, പക്ഷെ ഇന്റർസെപ്റ്റും നൽകിയിട്ടില്ല. നേരത്തെ നമ്മൾ ചെയ്തിരുന്ന സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ഇന്റർസെപ്റ്റ് സ്ലോപ്പ് ഫോർമാറ്റ്, ഇങ്ങനെ പോയിന്റ് ഇന്റർസെപ്റ്റ് ഫോർമാറ്റ് ഉണ്ടായിരുന്നു, പോയിന്റ് സ്ലോപ്പ് ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പല രൂപം നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ നമുക്ക് സ്ലോപ്പ് നൽകിയിട്ടില്ല, ഇന്റർസെപ്റ്റ് നൽകിയിട്ടില്ല. ആകെ നമുക്ക് നൽകിയിട്ടുള്ളത് 2 പോയിന്റുകളാണ് അല്ലെ? ഏതൊക്കെയാണ് ആ പോയിന്റ്? 3, -7, അതുപോലെ -2, -5. ഇത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. 3, -7, -2, -5 എന്നീ പറയുന്ന 2 പോയിന്റുകളാണ് നൽകിയിട്ടുള്ളത്. ഈ 2 പോയിന്റുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് കാണണം? നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ ലൈന് കാണണം. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 2 പോയിന്റുകൾ മാത്രം ഉപയോഗിച്ച്, സ്ലോപ്പ് ഇല്ല, ഇന്റർസെപ്റ്റ് ഇല്ല, ഒന്നുമില്ല, എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് 2 പോയിന്റ് ഫോമാണ് യൂസ് ചെയ്തത്. 2 പോയിന്റ് ഫോം. ഈ 2 പോയിന്റ് ഫോം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് അതിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, y - y1 = y2 - y1 / x2 - x1 into x - x1. ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള ഈ പറയുന്ന ഫോർമാറ്റ്, ഈ സാധനം ഉണ്ടല്ലോ, y2 - y1 / x2 - x1, ഇതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിന്റ് തന്നാൽ അതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കാണാം. y2 - y1 / x2 - x1 എന്ന് പറയുന്ന ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സ്ലോപ്പ് കാണാം. അതുകൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോർമാറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. അതായത് ഈ പറയുന്ന ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ലോപ്പ് തരണമെന്ന് നിർബന്ധമില്ല. സ്ലോപ്പ് ഇല്ലാതെ 2 പോയിന്റ് തന്നാൽ പോലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് x2 ഒരിക്കലും എന്താകാൻ പാടില്ല, x1 ഈക്വൽ ആകാൻ പാടില്ല. എന്തുകൊണ്ടാണ്? x2 - x1 എന്ന് പറയുന്നത് 0 ആയി പോകും. ഓക്കെ, അത് 2 ഈക്വൽ ആണെങ്കിൽ 0 ആയി പോകും. പിന്നെ അതിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് x2 x1 ഈക്വൽ ആകാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാത്ത x2 ഈസ് നോട്ട് ഈക്വൽ ടു x1 എന്ന് പറയുന്ന രൂപത്തിലുള്ള 2 പോയിന്റുകൾ തന്നാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ലൈന് കാണുന്നത്, അതായത് ഈ പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ കാണുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യും. നോക്കൂ, y - y1 = y2 - y1 / x2 - x1 into x - x1. ഇത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് y - y1 = y2 - y1 / x2 - x1 into x - x1. ഇത്രയാണ് ഉള്ളത് അല്ലെ? ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമുക്ക് നൽകിയിട്ടുള്ള പോയിന്റുകൾ നോക്കൂ. 3 - 7 -2 5. 3 - 7 -2 -5. സോറി, 3 - 7 and -2 -5. ഇത്രയാണ് നമുക്ക് കിട്ടും. അപ്പൊ x1 y1 എല്ലാം കിട്ടി. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന എമ്മിനെ വേണമെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. y2 - y1 / x2 - x1 എന്ന് പറയുമ്പോൾ y2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്?
5 ആണ്. മൈനസ് 7 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 -2 -3. ഓക്കെ, അപ്പോൾ -5 പ്ലസ് 7 -5 പ്ലസ് 7 എന്ന് മൈനസും പ്ലസ് ആയിട്ട് മാറും. +7 എന്ന് പറയുമ്പോൾ അത് നമുക്ക് 2 ആണ് കിട്ടുന്നത്. -2 -3 എന്ന് പറയുന്നത് -5 ആണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കിട്ടി. m എന്ന് പറയുന്ന സ്ലോപ്പ് നമുക്ക് കിട്ടി. 2/-7 എന്ന് -5 എന്ന് പറയുന്ന സ്ലോപ്പ് നമുക്ക് കിട്ടി. അത് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്തതുപോലെ ചെയ്യാം. തൽക്കാലം നമ്മൾ ഈ പറയുന്നത് ഇവിടെ സെപ്പറേറ്റ് ചെയ്തത് കൊണ്ട് അതിന്റെ വാല്യൂ ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, y1 എന്ന് പറയുന്നത് എത്രയാണ്? -7 ആണ്. ഈക്വൽ ടു 2/-5 ഇൻറ്റു x1 എത്രയാണ്? 3 ആണ്. -3. ഒന്നുകൂടി ക്ലിയർ ആക്കിയാൽ y + 7 ഈക്വൽ ടു 2/-5 ഇൻറ്റു x-3. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഇതിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇത്രയാണ്. ഓക്കെ, ഇത്രയാണ് അതിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇത്രയും വരുന്നു. അപ്പൊ y + 7 ഈക്വൽ ടു -2/5 ഇൻറ്റു x-3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, അതായത് ഈ സ്ട്രൈക്ക് ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് വരുന്നത് ഇത്രയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, m തന്നിട്ടില്ലെങ്കിൽ പോലും 2 പോയിന്റ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും അതിൽ നിന്നും m കണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ പറയുന്ന ഇക്വേഷനിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന y1ന്റെയും x1ന്റെയും x2ന്റെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ കുറെ കൂടി ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് ആദ്യം തന്നെ സ്ലോപ്പ് കാണുന്നതായിരിക്കും നന്നാവുക. കുറെ കൂടി കൺഫ്യൂഷൻ കുറയുന്നു. ഇവിടെ നമ്മൾ ചെയ്തതുപോലെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സ്ലോപ്പ് കണ്ടു അല്ലെ? m എത്രയാണ് എന്നുള്ള സ്ലോപ്പ് കണ്ടു. സ്ലോപ്പ് അത് കണ്ടതിന് ശേഷം അത് നേരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡ് കൂടിയുണ്ട്. ഇക്വേഷൻ ഓഫ് ലൈൻ കാണാനുള്ള അടുത്തൊരു മെത്തേഡ് കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് കേട്ടുള്ള ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ കാണാൻ തന്നെയാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് കട്ട്സ് ഓഫ് ഇന്റർസെപ്റ്റ് 5 and -3 ഓൺ x and y ആക്സിസ് റെസ്പെക്റ്റീവ്. അതായത് x ആക്സിസും y ആക്സിസും ഉണ്ട്. അതില് ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്. അതിന്റെ ഇക്വേഷൻ ആണ് കാണുന്നത്. ആ സ്ട്രൈറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താണ്? എക്സ് ആക്സിസിൽ 5 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് അതിനെ ആക്സിസിനെ കട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അതിന്റെ എക്സ് ആക്സിസിലെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ y ആക്സിസിൽ -3 കട്ട് ചെയ്യുന്നു. ഓക്കെ, അതെന്ന് വെച്ചാൽ y ആക്സിസിലെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? -3 ആണ്. ഇത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മുമ്പ് നൽകിയിട്ടുള്ളത് പോലെ സ്ലോപ്പ് നൽകിയിട്ടില്ല, പോയിന്റ് നൽകിയിട്ടില്ല. ആകെ തന്നിട്ടുള്ളത് 2 ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് അതാണ്. 2 ഇന്റർസെപ്റ്റ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ഇന്റർസെപ്റ്റ് നമുക്ക് നൽകിയിട്ടുള്ള ആ ഇന്റർസെപ്റ്റ് അത് എങ്ങനെയാണ് ഇതിൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൽ എങ്ങനെ ആ ഇന്റർസെപ്റ്റ് ഉപയോഗിച്ച് ഇപ്പോൾ 5ഉം -3 ഇങ്ങനെ 2 ഇന്റർസെപ്റ്റ് ആണ് ഉള്ളത്. ഈ 2 ഇന്റർസെപ്റ്റ് എക്സ് ആക്സിസിലും y ആക്സിസിലും ഇന്റർസെപ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇക്വേഷൻ കാണും? അപ്പൊ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്ന രീതിയാണ്. ഇന്റർസെപ്റ്റ് ഫോം അതാണ് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് നൽകിയിട്ടുള്ളത് 2 ഇന്റർസെപ്റ്റ് ആണ്. ആ 2 ഇന്റർസെപ്റ്റുകൾ ഉപയോഗിച്ച് എങ്ങനെ ഇക്വേഷൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇന്റർസെപ്റ്റ് ഫോം ആണ് x/a + y/b = 1 എന്നാണ്. അപ്പോൾ ഈ a എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ ഇന്റർസെപ്റ്റ് ആണ്, b എന്ന് പറയുന്നത് y ആക്സിസിലെ ഇന്റർസെപ്റ്റ് ആണ്.
അപ്പോൾ എക്സ് ആക്സിസിലെ ഇന്റർസെപ്റ്റും വൈ ആക്സിസിലെ ഇന്റർസെപ്റ്റും കിട്ടിയാൽ നമുക്ക് ഈ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇക്വേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ എക്സ് ആക്സിസിലെ ഇന്റർസെപ്റ്റ് 5 ആണ്, വൈ ആക്സിസിലെ ഇന്റർസെപ്റ്റ് -3 ആണ്. അത് വെച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ബൈ എ ബി. അപ്പൊ എ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ ഇന്റർസെപ്റ്റ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ 5 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എ കൊടുക്കാം, ഇതെന്താണ് ബി കൊടുക്കാം. അപ്പൊ എ എന്ന് പറയുന്നത് 5 ആണ്, ബി എന്ന് പറയുന്നത് -3 ആണ് അല്ലെ. അപ്പോ എ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ എക്സ് ആക്സിസിൽ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് y ഡിവൈഡഡ് ബൈ y ഇന്റർസെപ്റ്റ് എത്രയാണ്, -3 ആണ്, ഈക്വൽ ടു 1. ഇതാണ് നമുക്ക് ചെയ്യാൻ ഉള്ളത്. ഓക്കെ, ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 3x - 5y - 15 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാനേ ഉള്ളൂ. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആ ഒരു ആൻസർ കിട്ടും. ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർസെപ്റ്റ് ഫോം ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർസെപ്റ്റ് ഫോം യൂസ് ചെയ്തായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇന്റർസെപ്റ്റ് ഫോം ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് പോയിന്റുകൾ ഒന്നും നൽകിയിട്ടില്ല, അല്ലെങ്കിൽ സ്ലോപ്പ് നൽകിയിട്ടില്ല, പോയിന്റ് നൽകിയിട്ടില്ല. കാരണം 2 പോയിന്റ് എന്നാൽ നമുക്ക് സ്ലോപ്പ് കാണാം. സ്ലോപ്പ് തന്നിട്ടില്ല, ഇത് തന്നിട്ടില്ല, ആകെ തന്നിട്ടുള്ളത് 2 ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മുമ്പ് അറിയാം, ഒരു പോയിന്റും ഒരു സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ കാണാം, അതുപോലെ ഇന്റർസെപ്റ്റും പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ കാണാം. ഇങ്ങനെ പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ 2 ഇന്റർസെപ്റ്റ് തന്നാൽ ഈ മെത്തേഡ് ഇന്റർസെപ്റ്റ് ഫോം വഴിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മറ്റൊരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ നമ്മൾ ഇക്വേഷൻ ആണ് ചെയ്തിരുന്നത്, അതിൽ നിന്നും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇന്റർസെപ്റ്റും പോയിന്റ് ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് ഇക്വേഷൻ കാണുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നേരെ തിരിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നും എന്താണ് നമുക്ക് കാണാനുള്ളത് എന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം എന്ന്. അപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്, ഫൈൻഡ് ദ ഇന്റർസെപ്റ്റ്. അപ്പൊ ഇതുവരെ ഇക്വേഷൻ ആണ് കാണാനുണ്ടായിരുന്നത്, പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പൊ കാണാനുള്ളത് ഇന്റർസെപ്റ്റുകളാണ് കാണാനുള്ളത്. ഫൈൻഡ് ദ ഇന്റർസെപ്റ്റ് മെയ്ഡ് ബൈ ദ ലൈൻ 3x - 2y + 12 ഈക്വൽ ടു 0. അപ്പോ ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഇക്വേഷൻ ആയിരുന്നു കാണാൻ ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ അല്ല കാണാനുള്ളത്, ഇക്വേഷൻ തന്നിട്ടുണ്ട്, ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, പക്ഷെ ഇന്റർസെപ്റ്റ് കാണണം. ഓക്കെ, അപ്പോൾ ഓൺ ദ കോർഡിനേറ്റ് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റുകൾ, അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ള ഇന്റർസെപ്റ്റുകൾ ഏതൊക്കെ എന്നാണ് നമുക്ക് കാണാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് 3x - 2y + 12 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഈ ഇക്വേഷനാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇന്റർസെപ്റ്റ് കാണും. അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്. 3x - 2y ഈക്വൽ ടു -12 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് വരും. ഓക്കെ, അതെങ്ങനെയാണ് വന്നത് നോക്കൂ. 3x - 2y + 12 ഈക്വൽ ടു 0 വന്നു. അങ്ങനെയാണെങ്കിൽ 3x - 2y, ഈ 12 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ ടു -12. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കയ്യിൽ കിട്ടിയത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് 3x - 2y ഈക്വൽ ടു -12 എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഏത് രൂപത്തിലാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇക്വേഷന്, ഈ ഇക്വേഷനിൽ നിന്നും ഇന്റർസെപ്റ്റ് കാണണം. അപ്പോൾ ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് ഇത് മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് 2 ഇന്റർസെപ്റ്റുകൾ ഏത് രീതിയിലാണ് കാണുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം.
നമുക്ക് നോക്കാം എങ്ങനെയെന്നത്. അപ്പോൾ ഇവിടെ ഇപ്പൊ -12 അല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ -12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാത്തിനെയും -12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 3x ഡിവൈഡഡ് ബൈ -12 മൈനസ് 2y ഡിവൈഡഡ് ബൈ -12 ഈക്വൽ ടു -12 ഡിവൈഡഡ് ബൈ -12 അല്ലെ. -12 ഡിവൈഡഡ് ബൈ -12 എന്നുള്ളത് 1 ആയിട്ട് മാറും. അത് നമുക്ക് ഷുവർ ആണ്. ഇവിടെ നോക്കൂ, 3 ഇതും വരുമ്പോൾ 4 വരും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ x ബൈ -4, ഇവിടെ ഇത് രണ്ടും കൂടി വരുമ്പോൾ 6 ആകുന്നു അല്ലെ. മൈനസ് മൈനസും പ്ലസ് ആയിട്ട് മാറുന്നു. അപ്പൊ പ്ലസ് y ബൈ 6 ആയിട്ട് വരുന്നു ഈക്വൽ ടു 1 ആയിട്ട് മാറും. നോക്കൂ, ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? -12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എല്ലാത്തിനെയും -12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 3x ഡിവൈഡഡ് ബൈ -12 മാറിയിട്ട് നമുക്ക് x ബൈ -4 കിട്ടി. അതുപോലെ തന്നെ 2y ഡിവൈഡഡ് ബൈ -12 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y ബൈ 6 കിട്ടി. ഈ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയിട്ട് മാറി. അതുപോലെ -12 ഡിവൈഡ് ബൈ -12 ഈക്വൽ ടു 1 ആണ്. ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഇത്. ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, ഇന്റർസെപ്റ്റ് ഫോം x ബൈ a പ്ലസ് y ബൈ b ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ഇന്റർസെപ്റ്റ് തന്നിട്ട് ഇക്വേഷൻ കാണുന്ന മെത്തേഡ് ഓർമ്മ ഉണ്ടല്ലോ. ആ മെത്തേഡിലേക്ക് നമ്മൾ ഇത് മാറ്റി. നമുക്ക് കാണാനുള്ളത് എന്താണ്? നമുക്ക് കാണാനുള്ളത് ഇന്റർസെപ്റ്റുകളാണ് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ദ ഇന്റർസെപ്റ്റ് മെയ്ഡ് ബൈ അല്ലേ. ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഇന്റർസെപ്റ്റ് കാണാനാ പറഞ്ഞു. അപ്പൊ ഇന്റർസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് ചെയ്തു. അപ്പോൾ നമുക്കിത് ശരിക്കും എങ്ങനെയാണ്? x ബൈ എ പ്ലസ് y ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പൊ എയും ബിയും കിട്ടി. ഇവിടുത്തെ എ എന്താണ്? -4 ആണ്. ബി എന്താണ്? 6 ആണ്. അപ്പോൾ -4 ഉണ്ട്, 6 ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്റർസെപ്റ്റുകൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഇന്റർസെപ്റ്റുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇന്റർസെപ്റ്റ് ഫോം യൂസ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് നമ്മൾ ഇത് മാറ്റിയപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റി അല്ലെ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് സംഖ്യയാണോ ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഏത് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഇവിടെ 1 ആയി കിട്ടണം. കാരണം നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇവിടെ 1 ആയി കിട്ടണമെങ്കിൽ ഏത് സംഖ്യയാണോ ഇവിടെ ഉള്ളത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ആ ലോജിക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളതും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇത് മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ? റെഡ്യൂസ് ദ ഇക്വേഷൻ x plus 7y minus 4 equal to 0 to the slope intercept form. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. ഏത് ഇക്വേഷനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്തത്? x പ്ലസ് 7y മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് വേണം? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഓർമ്മ വേണം അല്ലെ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു? y ഈക്വൽ ടു mx പ്ലസ് c. y ഈക്വൽ ടു mx പ്ലസ് c. ഇത് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഈ m എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ആണ് അല്ലെ. c എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് എന്താണ്? ഈ ഒരു ഫോർമാറ്റിനെ ഇതിലേക്ക് മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ x പ്ലസ് 7y മൈനസ് 4 എന്നുള്ളതിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. ഓക്കെ, x പ്ലസ് 7y മൈനസ് 4 ഈക്വൽ ടു 0. ഈ ഒരു ഫോർമാറ്റ് ആണ് ഉള്ളത്. x പ്ലസ് 7y മൈനസ് 4 ഈക്വൽ ടു 0. ഓക്കെ, മൈനസ് 4 ഈക്വൽ ടു 0. ഇത് നമുക്ക് y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താണ് വേണ്ടത്? y ആണ് വേണ്ടത്.
ഓക്കെ. അതുപോലെ എക്സ് ഒക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 7y മാത്രം ഇവിടെ നിർത്തുക. 7y ഇവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ -4 എന്തായിട്ട് മാറും? +4 ആയിട്ട് മാറും അല്ലേ? അതുപോലെ തന്നെ എക്സ് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -x ആയിട്ട് മാറും. ഇതിനൊന്നും കൂടി ക്ലിയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ 7y = -x + 4 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് അല്ലേ? അതായത് y = mx + c എന്ന് പറയുന്ന ഫോർമാറ്റിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോ നമുക്കിവിടെ y മാത്രമാണ് വേണ്ടത്, 7y വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? /7 അല്ലെ? 7 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 7y/7 = -x/7 +4/7 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ 7y/7 എന്ന് പറയുമ്പോൾ അത് y തന്നെയാണുള്ളത്. -x/7 എന്ന് പറയുന്നത് എക്സിനെ നമുക്ക് മാറ്റി നിർത്തിയാൽ, അതായത് -x/7 എന്ന് പറയുന്നതിന് എന്ത് മാറ്റാം? -1/7 × x എന്ന് മാറ്റാം. -1/7 × x. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? -1/7 × x +4/7 4/7 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് എത്തും. ഇനി നോക്കൂ, നമ്മുടെ ഇതെന്തായിരുന്നു? y = mx + c ഈ ഫോർമാറ്റിലേക്കാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? y = -1/7 × x + c. അതായത് നമ്മുടെ y = mx + c എന്ന് പറയും. അപ്പൊ m എന്ന് പറയുന്നത് mx + c എന്നാണെങ്കിൽ m എന്ന് പറയുന്നത് -1/7 ഉം c എന്ന് പറയുന്നത് 4/7 ആണ്. 4/7 ആണ്. ക്ലിയർ അല്ലേ? ഈ രീതിയിലാണ് നമ്മൾ ഈ പറയുന്നതിനെ റെഡ്യൂസ് ചെയ്യേണ്ടത്. നമുക്ക് കൂടുതലായിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആദ്യം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. അതായത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമാണ്. അപ്പൊ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് y = mx + c എന്ന് പറയുന്ന ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിലേക്ക് നമുക്ക് നമ്മുടെ ഇക്വേഷനെ മാറ്റണം. അപ്പൊ ഇക്വേഷനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 7y ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ബാക്കിയൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റണം. അങ്ങനെ ആകുമ്പോൾ സൈഡിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ 7y = -x + 4 എന്ന് പറയുന്ന ഫോർമാറ്റ് കിട്ടി. നമുക്ക് വേണ്ടത് y മാത്രമാണ്. അതുകൊണ്ട് തന്നെ 7 ഒഴിവാക്കാൻ വേണ്ടി /7 ചെയ്തു. എല്ലാത്തിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ y കിട്ടി, ഇവിടെ -1/7 × x കിട്ടി, ഇവിടെ 4/7 കിട്ടി. ഇത്രയാണ് നമുക്ക് ഉള്ളത്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. റെഡ്യൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വരാം, അതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മെത്തേഡാണ് ഇവിടെ നമ്മളോട് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. ഇനി വേറെ മെത്തേഡിലേക്ക് ചോദിക്കുകയാണെങ്കിൽ ആ രൂപത്തിലേക്ക് ചെയ്യാനും നമുക്ക് സാധിക്കണം. നമുക്ക് ആ ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈവ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു ലൈവിൽ കാണാം. വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വീണ്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് വീണ്ടും അടുത്തൊരു ലൈവിൽ കാണാം. അതുവരെ